ഇനി മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി കാണാം. ലോജിസ്റ്റിക് സൊല്യൂഷന്റെ ഹോമായി മാറിയ പേരാണ് AKS. സൗദിയിൽ അതിവേഗത്തിൽ വളരുന്ന ലോജിസ്റ്റിക്സ് മേഖലയിലുള്ള ഒറ്റവാക്കിലുള്ള സൊല്യൂഷൻ കൂടിയാണ് ഈ കമ്പനി. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനി മേധാവിയുടെ പേരാണ് ശ്രീജിത്ത് SR. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇനി. ലോകത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി രാജ്യത്തെ മാറ്റാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ. ലോകത്ത് നിലവിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന മേഖലയും ലോജിസ്റ്റിക്സ് തന്നെയാണ്. യുദ്ധവും പ്രതിസന്ധികളും അതിന്റെ അച്ചുതണ്ടിനെ എപ്പോഴും ഉലച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ കമ്പനങ്ങളെ നേരിട്ട് തിരകളെ വകഞ്ഞ് ചരക്കുകളെ കൃത്യസ്ഥാനത്ത് സമയത്ത് എത്തിക്കണം. അതിൽ വിദഗ്ധരെയാണ് ഈ സർവീസിനായി ലോകത്തെ ഏത് കമ്പനിയും തിരയുക. ചരക്കു നീക്ക ലോകത്തെ തിരയൊഴുക്കുകൾ വകഞ്ഞു നീങ്ങിയാൽ അറേബ്യൻ ഗൾഫിന്റെ തീരത്തൊരു പേര് തെളിയും: AKS. അൽകസഫ് എന്നതിന്റെ ചുരുക്കപ്പേര് കൂടിയാണ് AKS ഗ്ലോബൽ ലോജിസ്റ്റിക്സ്. അറബി പേരിന് പിന്നിലെ ചരിത്രം തിരഞ്ഞെത്തിയാൽ ചെന്നെത്തുക തിരുവനന്തപുരം പുന്നമൂടുകാരനായ സൗദി ബിസിനസ്സുകാരൻ SR ശ്രീജിത്തിലേക്കാണ്. സൗദി അറേബ്യയിലെ തന്നെ ലീഡിംഗ് മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് കമ്പനിയായ AKS ഗ്ലോബൽ ലോജിസ്റ്റിക്സ് സർവീസസിന്റെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചൈൽഡാണ് AKS ലോജിസ്റ്റിക്സ്, വ്യോമ നാവിക ചരക്കുനീക്ക രംഗത്തെ കപ്പിത്താൻ. സൗദിയിലെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും പോലെ ഗൾഫ് മോഹമായിട്ട് സൗദിയിൽ 2000 എത്തിയായിരുന്നു. അതിനുശേഷം ഐ ജോയിൻഡ് എ സ്മോൾ കമ്പനി ജോയിൻ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ കമ്പനി 2002 വൈൻഡപ്പ് ആയതിനു ശേഷം ഐ വാസ് ഇൻ എ ഹാർഡ് ടൈം ദാറ്റ് ടൈം. ആൻഡ് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ബ്രദറിൻ്റെ പോലെയുള്ള, അല്ലെങ്കിൽ എൻ്റെ സഹോദരനായിട്ടുള്ള ഫഹദർ റഷീദിനെ മീറ്റ് ചെയ്യുന്നത്. ഫഹദർ റഷീദ് ആയിട്ട് മീറ്റ് ചെയ്തു. അന്ന് ഹി വാസ് ഇൻ പോലീസ്, വാസ് എ പോലീസ്മാൻ. പുള്ളി എനിക്ക് ആവശ്യമായിട്ടുള്ള അന്ന് സ്പോൺസർഷിപ്പ് ആയിരുന്നു അവിടെ. അപ്പോൾ അതിനുള്ള സഹായങ്ങളെല്ലാം പുള്ളി ചെയ്തു തന്നു. പുള്ളി തന്നെ എനിക്ക് കാശ് കടമായിട്ട് തന്നു. ഈ ഗീമി അന്നത്തെ ഒരു എമൗണ്ട് 30,000 റിയാലായിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദിസ് കമ്പനി. അവിടെ നിന്ന് ഞാൻ റിയാദിൽ നിന്ന് ഓഫീസ് എടുത്തു, റിയാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഗ്ലോബൽ എക്സ്പാൻഷന്റെ ഭാഗമായി AKS ലോജിസ്റ്റിക്സ് എന്ന പേരാണ് നിലവിലുള്ളത്. ഇപ്പോൾ 300 പേർക്ക് തൊഴിൽ നൽകുന്ന 4 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയ പ്രസ്ഥാനമായി AKSനെ മാറ്റിയത് ശ്രീജിത്തിന്റെ വിഷനാണ്. 2002 വെറും 6 സ്റ്റാഫുമായിട്ടായിരുന്നു തുടക്കം. ഇപ്പോൾ നമുക്ക് 4 രാജ്യങ്ങളിൽ ഓഫീസസ് ഉണ്ട്. സൗദി അറേബ്യ, UAE, ഫിലിപ്പൈൻസ് ആൻഡ് ഇന്ത്യ. ഇതാണ് അറൗണ്ട് 200+ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ്. അതിൽ നിന്ന് പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയത് കാഷ്യൂ ഫാക്ടറീസിലായിരുന്നു. അപ്പോൾ കാഷ്യൂ ഫാക്ടറീസ് ഇപ്പോൾ 9-10 കാഷ്യൂ ഫാക്ടറീസ് ഉണ്ട് തമിഴ്നാടു, കേരള തമിഴ്നാട് ബോർഡേഴ്സിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അത് നല്ലവണ്ണം സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്നു. അവിടുത്തെ ടീം സെറ്റായി. വി ആർ വെരി ഹാപ്പി ഓൺ ദാറ്റ് ടീം. എനിക്ക് തറവാട് റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും അറിയാം, ഫെമിലിയറായിട്ട് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൽ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. സോ ഞാനത് കുറച്ച് പാർട്ട്ണറായിട്ട് ചേർന്നു. സോ നൗ നമ്മൾ ഇപ്പോൾ ദുബായ്, അജ്മാൻ, ഇന്നത്തെ ബ്രാഞ്ചസ് ഉണ്ട് തറവാട് റെസ്റ്റോറൻറ്റിന്. ഈ മാസം തന്നെ നമ്മൾ ദമാമിൽ ഓപ്പൺ ചെയ്യാൻ പോവുക തറവാട് റെസ്റ്റോറൻറ്റ്, അപ്പാരൽസ് ഫാക്ടറി ഇൻ കിങ്ഫ്ര. അപ്പോൾ അവിടെ ഏകദേശം ഒരു 700-800 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഓൾ ബിലോങ്സ് ടു AKS ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് ഒരു ചുരുക്കം. ഇതുകൊണ്ട് തന്നെ റെഡ് സീ ക്രൈസിസ് വേളയിൽ തങ്ങളുടെ കാർഗോ ഏൽപ്പിക്കാവുന്ന വിശ്വസ്തമായ ഓപ്ഷനായി AKS ലോജിസ്റ്റിക്സ് മാറി. നമ്മൾ ഈ ഒരു പുതിയൊരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് 2014 വെയർ ഹൗസിംഗ് ആൻഡ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്ലയൻസിനും ഇവിടെ ഒരു സ്റ്റോറേജ് സൊല്യൂഷൻ ആവശ്യമാണെങ്കിലും
ഇവിടുത്തെ ഒരു സൗദി അറേബ്യയിൽ ഒരു സിസ്റ്റം വെച്ചിട്ട് ഒരു ഫുൾ വെയർ ഹൗസ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഫുൾ റെൻറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആക്ച്വലി അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെതർ അവർ യൂസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഒരു റെൻറ്റ് അവർക്ക് ഇയർലി കൊടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വെയർ ഹൗസിങ് സൊല്യൂഷൻ നമുക്ക് ക്ലയൻസിന് കൊടുക്കാനുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വെയർ ഹൗസ് ആൻഡ് സപ്ലൈ ചെയിൻ സർവീസ് ഉൾപ്പെടെ ഒരുക്കിയതും കമ്പനിക്ക് നിലവിൽ നേട്ടമായി മാറി. ദമാമിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25,000 to 30,000 സ്ക്വയർ മീറ്റർ ആണ് നമ്മളുടെ ഒരു കപ്പാസിറ്റി. അത്രയും കപ്പാസിറ്റിയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ദമാമിലും അതോടൊപ്പം തന്നെ റിയാദിലും ജിദ്ദയിലും തന്നെ ഇതുപോലെ തന്നെ 10,000 15,000 എന്നുള്ള രീതിയിലും നമ്മളവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാഞ്ചസിലും ഇതുപോലെ തന്നെ SFD അപ്രൂവ്ഡ് ആയിട്ടുള്ളത് ഡ്രൈ ആണെങ്കിലും ഓപ്പൺ യാർഡ് ആണെങ്കിലും കെമിക്കൽ വെയർ ഹൗസിനാണെങ്കിലും മെഡിക്കൽസിന് വേണ്ടിയിട്ടുള്ളതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഓരോ ഫെസിലിറ്റിയിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലോജിസ്റ്റിക് എന്നുള്ളത് ഇപ്പം ഇവിടെ സൗദി അറേബ്യയിൽ ഫുൾ സർവീസ് നമ്മളെ ഇൻ ഹൗസ് ആയിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഓൺ കസ്റ്റംസ് ക്ലിയറൻസ്, അതുപോലെ തന്നെ വെയർ ഹൗസിങ് എല്ലാം നമ്മളെ ഓൺ ഫെസിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഘട്ടം ഘട്ടമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ടെങ്കിലും ഇപ്പം ഓൾമോസ്റ്റ് 300 എപ്പോൾ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ 6 സ്റ്റാഫുള്ളിടന്ന് നമുക്ക് 300 സ്റ്റാഫ് വരെ ഈ കാലയളവിൽ എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഫുഡ് ആൻഡ് ബീവറേജ്, കാഷ്യൂ വിപണനം എന്നിങ്ങനെ പുതിയ മേഖലകളിലേക്ക് തങ്ങളുടെ ബ്രാൻഡിനെ വ്യാപിപ്പിക്കുകയാണ് ശ്രീജിത്ത്. കഴിഞ്ഞ ദിവസം ദമാമിൽ തുറന്ന തറവാട് റെസ്റ്റോറന്റും ഇക്കൂട്ടത്തിലെ അവസാന കണ്ണിയാണ്. വൈവിധ്യമെങ്കിലും തിരഞ്ഞെടുത്ത വഴിയും യാത്രയും ഏറെ കലുഷിതമായതാണ്. അതിൽ ഉപഭോക്താക്കളുടെ തൃപ്തി മാത്രമായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത ലക്ഷ്യം. ഈ മികവിനാണ് മീഡിയ വണ്ണിന്റെ 2024 ബിസിനസ് എക്സലൻസ് പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. ജിദ്ദയിലെ മീഡിയ വൺ ഹല ജിദ്ദ വേദിയിൽ സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ എസ് ഷമ്മരി അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചു. Media One Middle East Business Excellence Award, Mr. Srijit Assar. Congratulations, sir, and you're collecting the award. ചെങ്കടൽ കലുഷമായതോടെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന തീരം കിഴക്കൻ പ്രവിശ്യയുടേതാണ്. അവിടെ നിന്നും AKS ഗ്ലോബലിന്റെയും ആസ്ഥാനമായ UAE വഴിയാണ് കപ്പലുകളുടെ നിലവിലുള്ള യാത്ര. ഏതു വഴിയാണെങ്കിലും എന്നേക്ക് വേണമെന്നത് AKSനോട് പറഞ്ഞാൽ മതി. അവ കപ്പലേറിയോ വിമാനമേറിയോ അവർ ലക്ഷ്യത്തിൽ എത്തിച്ചിരിക്കും.